ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധയും കൃഷ്ണയും രണ്ടുപേരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഒളിച്ചുകളി ഏതായാലും കല്യാണം വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ മുന്നില് ഗാഥയല്ലേ ഉണ്ടാവൂ. അപ്പൊ പിന്നെ അതുപോലെ വേറൊരാളുണ്ടെന്നേ ആരോർക്കാൻ പോകുന്നു? ശാപം തന്ന പൂജാരിയുടെ കുടുംബത്തിൽ ഇരട്ടകളായി ഒരേ രൂപത്തിൽ ജനിച്ച 2 പെൺകുട്ടികളിൽ ഒരാൾ. നാഗപ്രീതിയുടെ ഉച്ചസ്ഥായിയിലാണ് ആ കുട്ടിയുടെ ജാതകം. സമയമാകുമ്പോൾ അതിനുള്ള തെളിവുകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കും. മോള് ഗോപാലമാമയുടെ ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ. ആ ക്യാൻറ്റീനിലേക്ക് വല്ലതും പോയി കാണും. ഗോപാലിന് പണിക്ക് പോകാൻ പറ്റുന്നില്ലല്ലേ? അതൊന്നും ആലോചിച്ച് അമ്മ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവര് പൂർണ്ണ മനസ്സോടെ തന്നെയാ നിക്കുന്നേ. ഞാനിപ്പോ വരാവേ. ഗോപാലമ്മ മോള് വന്നോ? ഞാനൊരു ചായ കുടിക്കാൻ പോയതാ. ഗോപാലമ്മ, ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോ അവിടെ നവീന്റെ മുത്തശ്ശി ഉണ്ടായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശി അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. അതൊന്നും കുഴപ്പമില്ല മോളെ. മോളെ ഗാഥയായിട്ടല്ലേ അവരെല്ലാം കാണുന്നത്. രാധയും കൃഷ്ണയും രണ്ടുപേരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഒളിച്ചുകളി ഏതായാലും കല്യാണം വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ മുന്നില് ഗാഥയല്ലേ ഉണ്ടാവൂ. അപ്പൊ പിന്നെ അതുപോലെ വേറൊരാളുണ്ടെന്നേ ആരോർക്കാൻ പോകുന്നു? ആരെയാണോ കാത്തിരിക്കുന്നത്? ഈ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ അവളെ കണ്ടുമുട്ടണമെന്നാണ് നിയോഗം. സംശയം വേണ്ട, കണ്ടിരിക്കും. ശാപം തന്ന പൂജാരിയുടെ കുടുംബത്തിൽ ഇരട്ടകളായി ഒരേ രൂപത്തിൽ ജനിച്ച 2 പെൺകുട്ടികളിൽ ഒരാൾ. നാഗപ്രീതിയുടെ ഉച്ചസ്ഥായിയിലാണ് ആ കുട്ടിയുടെ ജാതകം. സമയമാകുമ്പോൾ അതിനുള്ള തെളിവുകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കും. ഞാനെന്നാലും അമ്മയുടെ അടുത്തേക്ക് പോട്ടെ.
സോറി മാം, രാവിലെ തന്നെ ഇത് സൈൻ ചെയ്ത് വെക്കണമെന്ന് ഞാൻ മാമിനോട് പറഞ്ഞിരുന്നു. ഐ ഫോർ ഗുഡ് സിനി. ഇതിലിപ്പോ ഒപ്പിട്ടാ മതിയല്ലോ. ആ, അത് മതി. ഇതെന്താ ഇവിടെയും ബിസിനസ് ഓഫീസാക്കിയോ? വേറൊന്നും അല്ല നവീൻ, രാവിലെ 1-2 ചെക്കുകൾ ഒപ്പിടാനുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. സോ ഷീ ഹാഡ് ടു കം. ആ, ഇതെനിക്ക് സംഭവിക്കാറുള്ളതാ. ഇവിടെ സിനിയാണെങ്കിൽ അവിടെ മാണിക്കുഞ്ഞാണെന്ന് മാത്രം. ആ, മുത്തശ്ശി ഇങ്ങോട്ട് തന്നെ പോന്നോ? വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോടാ, അതുകൊണ്ടാ ഇങ്ങോട്ട് തന്നെ പോന്നത്. അച്ഛനെവിടെ? അച്ഛനകത്തുണ്ടല്ലോ, ബില്ല് സെറ്റിൽ ചെയ്തോണ്ടിരിക്കുക. ഞാൻ പോയി അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ശരി. ആ പിന്നെ സിനി, ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കേ ഗാഥമോള് വീണ്ടും വന്ന് അകത്തെ കണ്ടു. എന്നിട്ട് മറ്റാരും ഇത് കണ്ടില്ല, അവള് മാത്രമേ ഇത് കണ്ടുള്ളൂ. ഗാഥ മാഡം നാഗങ്ങളെ നിന്ദിച്ചതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ മനസ്സ് വല്ലാണ്ട് പേടിച്ചുപോയി. ഇനി ഗാഥ എത്ര നിർബന്ധം പറഞ്ഞാലും വാശി കാണിച്ചാലും ശരി, ഇനിയുള്ള ചടങ്ങുകളിലെല്ലാം ഗാഥയ്ക്ക് പകരം കൃഷ്ണ തന്നെയാ നിൽക്കേണ്ടത്. അത് മതി മാം, എല്ലാ ചടങ്ങിലും കൃഷ്ണ തന്നെ നിൽക്കട്ടെ. നമ്മൾ തീരുമാനിച്ച അനുസരിച്ച് താലികെട്ട് കഴിഞ്ഞ കൃഷ്ണയ്ക്ക് പകരം ഗാഥയ്ക്ക് നവീന്റെ ഭാര്യയാകാലോ. എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർന്നാ മതിയായിരുന്നു. ഈശ്വര, എല്ലാം വ്യക്തമായി. കൃഷ്ണമോളെയാണ് ഇത്രയും കാലം ഞങ്ങൾ തേടി നടന്നിരുന്നത്. അവളാണ് കളരിക്കിലെ നാഗശാപം തീർക്കാനുള്ള പെൺകുട്ടി. അവൾ തന്നെയാണ് നവീന്റെ ഭാര്യയാകേണ്ടതും.